എൻ്റെ പേര് ഫാദർ എഫ്രൈം കുന്നപ്പള്ളി. ഞാൻ ഉപ്പുതറയാണ് എൻ്റെ വീട്, ഇടുക്കി ജില്ലയിൽ. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റീസിനെയും വാഴ്ത്തപ്പെട്ട ഫ്രസാത്തിനെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ സമയത്ത് പരിശുദ്ധ പിതാവിനോടൊപ്പം അന്നേ ദിവസം ബലിയിൽ സഹകാർമ്മിത്വം വഹിക്കാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകി. ഈ ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത് കാർലോ അക്യൂറ്റീസിനെ വിശുദ്ധനാക്കുന്നതിന് മുമ്പ് 2007 അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ആദ്യ ജീവചരിത്രം എഴുതാനുള്ള ഭാഗ്യം അദ്ദേഹത്തിൻ്റെ അമ്മയോട് സ്കൈപ്പിലൂടെ സംസാരിച്ച് എഴുതാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് കാർലോ അക്യൂറ്റീസിൻ്റെ കുടുംബം എനിക്ക് പ്രത്യേകം വിധം ക്ഷണം നൽകി മാർപ്പാപ്പയോടൊപ്പം സഹകാർമ്മിത്വം വഹിക്കാനുള്ള ഒരു അവസരം നേടിത്തന്നത്. അതോടൊപ്പം തന്നെ ഫ്രസാത്തിയുടെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2008 തന്നെ ഫ്രസാത്തിയുടെ ജീവചരിത്രം എഴുതാനും അദ്ദേഹത്തിൻ്റെ നീസ്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മക്കൾ 4 പേരുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം പുലർത്താനും എനിക്ക് സാധിച്ചു. ഇതെല്ലാം എനിക്ക് സാധിച്ചത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇവിടെ കേരളത്തിലെ ചെറിയ ഇടുക്കിയിൽ നമ്മൾ സാധാ പറയുകയാണെങ്കിൽ ഒരു ഓണംകാറ മൂലയിൽ നിന്നുള്ളൊരു അവിടെ വന്ന് ദൈവവിളി ലഭിച്ച് ഞാൻ പിന്നീട് എനിക്ക് ഈ വന്നിരുന്ന ഈ അവസരം ഒരിക്കലും ഞാൻ ലഭിക്കുമെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എൻ്റെ മാതാപിതാക്കൾ അതിനെനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പനും അമ്മയും, അമ്മ മരിച്ചുപോയി, കഴിഞ്ഞ ഡിസംബറിൽ അമ്മ മരിച്ചുപോയി. എൻ്റെ പപ്പായും. അതിനെ തുടർന്ന് തന്നെ കാർലോ അക്യൂറ്റീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പ്രസിഡൻറ്റ് കാർലോയുടെ അമ്മയാണ്. അതിൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ എൻ്റെ പപ്പായും. അതിനെ സഹായിക്കുന്നത് അജീഷ് കൂരൻ അദ്ദേഹമാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് കാർലോ അക്യൂറ്റീസിൻ്റെ തിരുശേഷിപ്പും അതോടൊപ്പം 1500 വിശുദ്ധ തിരുശേഷിപ്പുകളുമായിട്ട് ഭാരതം മുഴുവൻ ഒരു എക്സ്പോസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ 88 സ്ഥലങ്ങളിൽ 1500 വിശുദ്ധ തിരുശേഷിപ്പുകൾ പ്രദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ എനിക്കൊരു സുവർണ ഭാഗ്യം എന്ന് കരുതുന്നത് കാർലോ അക്യൂറ്റീസ് ദിവ്യകാരുണ്യ അത്ഭുതം വെബ്സൈറ്റിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് നമുക്ക് ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനി തുടർന്ന് ഇന്ത്യയിലെ എല്ലാ ദേവാലയങ്ങളിലേക്കും ഞങ്ങൾ കൊണ്ടുവന്നതാണ്. കൂടുതൽ നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി. കാരണം ഒരു 25 വർഷത്തിനപ്പുറം നമ്മൾ സഭയെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ യുവതലമുറ ദേവാലയത്തിലേക്ക് വരണമെങ്കിൽ കൂടുതലും അവർ ആകൃഷ്ടരാകണം. നമ്മുടെ വിശ്വാസം അവർക്ക് കൂടുതൽ അവരുടെ ഹൃദയത്തിൽ പതിയണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രായം ചെന്ന ഈ ഒരു സമൂഹം അതിലില്ലാതാകുമ്പോൾ ദേവാലയങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ പരിശ്രമിക്കുന്നത്. കാർലോ അക്യൂറ്റീസ് ഫൗണ്ടേഷൻ്റെ പ്രധാന എയിമും അതുതന്നെയാണ്. ഞങ്ങളിപ്പോൾ 2007 തുടങ്ങി കാർലോ ദൈവദാസനാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങുകയും അതിനോട് അനുബന്ധിച്ച് കുറേയധികം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേകം ഇതിനൊരു അവസരം കിട്ടി. പാപ്പായോടൊപ്പം സഹകാർമ്മിത്വം വഹിക്കുന്നതോടൊപ്പം തന്നെ അതിലുപരി കാർലോ അക്യൂറ്റീസിനെ മിലേനിയൽ സെയിൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പടിയിൽ ദൈവദാസനാകുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഇംഗ്ലീഷ് ജീവചരിത്രം എഴുതാനുള്ള കൃപ ദൈവം നൽകിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ കാർലോയുടെ അമ്മയ്ക്കും ഞാനൊരു മകനെ പോലെയാണ്. എപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ എന്നെ വിളിക്കുകയും എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം കാർലോയുടെ അമ്മ അവിടെ അസീസിയിൽ കാർലോയുടെ ദേവാലയത്തിൽ തന്നെ ഒരു വർഷത്തേക്ക് കുർബാന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി തന്നെ പൈസ കാർലോയുടെ അമ്മ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊക്കെ എന്നെ വിളിച്ച് എന്നെ ആശ്വസിപ്പിക്കുകയും എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു അമ്മയെപ്പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. കാർലോയുടെ അമ്മയും പപ്പായും സഹോദരങ്ങളൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേകം വിധം ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു. ഞാൻ ഒത്തിരിയും സഹനങ്ങളിലൂടെയൊക്കെ കടന്നു വന്നത്. ഈ സഹനങ്ങളെല്ലാം അപ്പുറം ഒരു കാനാന്തേശമുണ്ട് എന്ന് ദൈവം എന്നെ കൂടുതൽ ഈ ഒരു പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. നമ്മളെല്ലാം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനപ്പുറം ഒരു കാനാന്തേശമുണ്ട്. നമ്മുടെ സഹനങ്ങൾക്കപ്പുറം കാനാന്തേശം ദൈവം തുറന്നിടും. അത് നമ്മൾ നമുക്കതിന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരും. അതിന് നമുക്ക് കൂടുതൽ നമ്മുടെ യുവജന നിര, ഈ യുവതലമുറ കൂടുതൽ സഭയിലേക്ക് എടുക്കണം, പരിശുദ്ധ കുർബാനയിലേക്ക് എടുക്കണം. കാരണം ഈ യുവതലമുറയെ കൂടുതൽ നമുക്കറിയാം വിദേശത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തൊക്കെ പോകുന്നതൊക്കെ കുറച്ച് നമ്മൾ കൂടുതൽ നമുക്കിവിടെ ജോലി സാധ്യതകൾ, അത് ഞങ്ങൾ പരിശ്രമിക്കും. ജോലി സാധ്യതകളൊക്കെ തുറന്നു കൊടുത്ത് നമ്മുടെ ദേവാലയത്തിലേക്ക് അടുപ്പിക്കണം ഈ മക്കളെ. അതിനാണ് ഞങ്ങളിപ്പം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഭാരത സഭയിൽ കൂടുതൽ ഇനി ഉത്കൃഷ്ടമായിട്ട് യുവതലമുറയിൽ വിശുദ്ധരുണ്ടാകുകയുള്ളൂ. യുവാക്കൾ വഴി ഒത്തിരി യുവജനങ്ങൾ ഈശോയിലേക്ക് അടുക്കുകയുള്ളൂ. അപ്പം അതിനെല്ലാം നമുക്ക് ഒന്ന് ചേർന്ന് പരിശ്രമിക്കാം. ഞങ്ങൾ കാർലോയുടെ തിരുശേഷിപ്പ് വെച്ച് ഒരു മ്യൂസിയം പണിയാനുള്ള പ്രാരംഭ ദിശയിലാണ്. കാർലോയുടെ അമ്മ പരിശുദ്ധ പിതാവിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധ പിതാവ് അതിനുള്ള ശിലാകല്ല് ബ്ലെസ് ചെയ്ത് തന്നു. അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പ്രത്യേകം ആ ഒരു നിയോഗത്തിന് വേണ്ടി കാർലോയുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ത്യയിൽ, കാരണം കാർലോയുടെ അമ്മ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്,
ഇന്ത്യയിൽ ഒരു മ്യൂസിയം കാർലോയുടെയും ഈ 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ചേർന്ന്. അപ്പോൾ അതിനുവേണ്ടിയും നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥന സഹായം അഭ്യർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.